സിനിജി ഖമനേയി വീണ്ടും രംഗത്തെത്തുകയാണ്. അതായത് 86 വയസ്സായ പടിക്കിഴവൻ വീണ്ടും വലിയ രീതിയിലുള്ള പ്രകോപനവുമായി ഇസ്രായേലിനെ തകർക്കും, ഇസ്രായേൽ ഇനി ഉണ്ടാകില്ല, ഇനി ലോകം തന്നെ ഭരിക്കുന്നത് ഇറാനായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ചില എല്ലാ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഏതൊക്കെ ബങ്കറിനകത്തിരുന്ന് ചില നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം പ്രകോപനങ്ങളിൽ ഇസ്രായേൽ തുനിഞ്ഞിറങ്ങിയാൽ ഇറാൻ ഉണ്ടാകുമോ? ഇപ്പോൾ ഇറാൻ്റെ നേതാവായ അയത്തുള്ള അലി ഖമനേയി പ്രകോപനം തന്നെയാണ് സൃഷ്ടിക്കുന്നത്, തന്നെ പറഞ്ഞ പോലെ. കാരണം ഇയാൾ പറയുകയാണ്, ഇറാൻ ഒരു രാജ്യത്തിന് മുന്നിലും കീഴടങ്ങില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ട്രംപിന് തീരുമാനിക്കാം. കാരണം യുദ്ധമോ സമാധാനമോ ഞങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ഏതെങ്കിലും ഒരു രാജ്യം തീരുമാനിച്ചാൽ ശക്തമായ എതിർപ്പുമായി നിലപാടുമായി ഞങ്ങൾ രംഗത്ത് വരും. ഇത് പറയുന്നതാരാ? അയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന ഇറാൻ്റെ പരമോന്നത നേതാവ് ഇരുട്ടറയ്ക്കുള്ളിൽ ഒളിച്ചിരുന്നുകൊണ്ടാണ് ഈ പറയുന്നത്. കാരണം രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നൊക്കെ പറഞ്ഞ ഖമനേയി പിന്നീട് എഴുതി കൊടുത്ത ഒരു പ്രസ്താവന മറ്റൊരു TV ആങ്കറെ കൊണ്ട് പൊതുജനങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഈ TV ഷോയിലൂടെ വായിക്കുകയായിരുന്നു. ആ വായിച്ചപ്പോൾ പറയുന്നത്, ഞങ്ങൾ യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ, കളി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ യുദ്ധമെങ്കിൽ യുദ്ധം, ബോംബെങ്കിൽ തിരിച്ചു ബോംബ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രകോപനം. ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അയത്തുള്ള അലി ഖമനേയി സ്വയം പേടിക്കുന്നു. എന്നിട്ട് അയാൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറിയിട്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന അവിടുത്തെ സൈന്യത്തിന് സർവ്വ നിയന്ത്രണവും ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു. അതായത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്താനോ പ്രതിരോധം നടത്താനോ സൈനിക വിന്യാസവുമായി മുന്നോട്ട് പോകാനോ ഉള്ള അന്തിമമായ അധികാരം IRGCക്ക് നൽകിയിട്ടുണ്ട്. അയത്തുള്ള അലി ഖമനേയിയുടെ ഒപ്പ് വേണ്ട. കാരണം ഭൗതികപരമായി ആണവ രഹസ്യങ്ങളുടെ ഉൾപ്പെടെ കാര്യങ്ങൾ, സൈനിക രഹസ്യങ്ങൾ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിരുന്ന സൈനിക തലവന്മാരെ മുഴുവൻ ഇസ്രയേൽ കൊലപ്പെടുത്തി. അതോടുകൂടി ദുർബലനായി പോയി അയത്തുള്ള അലി ഖമനേയി. ഈ ദുർബലനായ അയത്തുള്ള അലി ഖമനേയി താൻ ശക്തനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്, വിവേകമുള്ള ഏതെങ്കിലും ഒരു രാജ്യം ഇറാനെ വെല്ലുവിളിക്കാൻ വരില്ല, അവർക്കെതിരെയുള്ള ഞങ്ങളുടെ നിലപാടുകൾ കടുത്തതായിരിക്കും, ശക്തമായ തിരിച്ചടി ഉണ്ടാകും. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇസ്രയേലും ഇറാനും തമ്മിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നു. ഇയാൾ ഇതൊക്കെ പറയാനുള്ള കാര്യം, ഇവരുടെ കയ്യിൽ ഒരു ഫത്ത മിസൈൽ എന്ന് പറയുന്ന തദ്ദേശീയം ഇവർ നിർമ്മിച്ച ഒരു മിസൈലുണ്ട്, ഇറാൻ നിർമ്മിച്ച. ഇത് ഓപ്പണർ എന്നാണ് പറയുന്നത്. ഈ മിസൈൽ ഹൈപ്പർസോണിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് ഇസ്രയേലിൻ്റെ ഈ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ വീഴ്ത്താൻ അല്ലെ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വരെ ആക്രമണം നടത്താൻ അവർക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ജെറുസലേം വരെ പല മേഖലകളിലും ആക്രമണം നടത്താൻ കഴിഞ്ഞു. പിന്നീട് ഇറാൻ പറയുകയാണ്, ഞങ്ങളുടെ ഈ ഫത്ത മിസൈൽ ഇനിയുമുണ്ട്, ഈ രീതിയിലുള്ള ആക്രമണം, ഈ മിസൈലിൻ്റെ വേഗത, ഇതിൻ്റെ ഉയരം, അതുപോലെ നിയന്ത്രണം, ഇതൊന്നും മറ്റ് രാജ്യങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പോലും കഴിയില്ല. അത്രയും വലിയ ഓപ്പറേഷൻ നടത്തുന്ന രാജ്യമാണ് ആര്? ഇറാൻ. ഇതൊക്കെ പറയുന്നത് ഈ ട്രംപിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം ട്രംപ് പറഞ്ഞിരുന്നു, അവരുടെ ഒരു പ്രത്യേക യോഗമൊക്കെ കൂടിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഭയങ്കരമായിട്ട് ആക്രമിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയും അവസരമുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് നെതന്യാഹുവിൻ്റെ കാല് പിടിക്കുക, അയ്യോ ചേട്ടാ ഒന്ന് രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ നെതന്യാഹു കേട്ടേക്കും, നിങ്ങൾക്ക് അവസരമുണ്ട് എന്നൊക്കെ ഈ അയത്തുള്ള അലി ഖമനേയിയോട് പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെയുള്ള ആക്രമണത്തിൽ ഇസ്രയേലുകാരായ 120ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇറാൻകാർക്കോ 485 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 125 പേരും അവിടുത്തെ സൈനികരാണ്. അങ്ങനെയുള്ള കൊലപാതകങ്ങൾ, ആക്രമണങ്ങളൊക്കെ നടത്തുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഈ മതഭരണകൂടത്തിനെതിരെ തിരിയും. ഇത് തന്നെയാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇസ്രയേൽ പറയുന്നത്, ഒന്നുകിൽ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ലോക ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റും, അതല്ല എങ്കിൽ അവിടെ ഒരു ഭരണമാറ്റം വേണം. അപ്പോൾ കഴിഞ്ഞ 35 വർഷത്തിലധികമായി പരമാധികാരിയായി വിലസുന്ന 85 വയസ്സുള്ള അയത്തുള്ള അലി ഖമനേയിയെ കൊല്ലുക എന്നൊരു നീക്കമായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ നടത്തുന്നത്. അതിൽ അമേരിക്ക എന്ത് പങ്ക് വഹിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ കാണേണ്ടത്. അത്തരത്തിൽ അയത്തുള്ള അലി ഖമനേയിയെ കൊന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറച്ചുകൂടി ഈ സംഘർഷങ്ങൾക്ക് അയവ് വരാൻ സാധ്യതയുണ്ട്. കാരണം 86 വയസ്സുള്ള വലിയ ബുദ്ധിയും വിവേകമില്ലാത്ത മതത്തെ കൂട്ടുപിടിച്ച് നടക്കുന്ന ഒരു പടുവൃദ്ധൻ, അദ്ദേഹം ഒരു ബങ്കറിൻ്റെ അകത്തിരുന്ന് പല പല ബങ്കറുകളിൽ മാറിയത്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോൾ സൈനികരെ മുഴുവൻ ഇറക്കി വിട്ടിട്ട് അസീം മുനീർ ബങ്കറിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തല പുറത്തിട്ട് നോക്കും, യുദ്ധം തീർന്നു. അതുപോലെയാണ് ഇദ്ദേഹവും. ഈ ഹമാസിന്റെ നേതാക്കളെല്ലാം, ഈ ബങ്കറിൽ ഇരുന്ന നേതാക്കളെല്ലാം ഇസ്രായേൽ വകവരുത്തി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇവരുടെ ഡെഡ് ബോഡികൾ വരെ കിട്ടുന്നത്. ആ തരത്തിലേക്ക് ഇദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോഴും ഈ പ്രകോപനങ്ങൾക്ക് കുറവില്ല. ഇപ്പൊ ജോർദാൻ പറയുന്നു, ഞങ്ങൾ ഇറാനെ സഹായിക്കില്ല, ഇപ്പൊ ഇസ്രായേലിന് വേണ്ടി ജോർദാൻ അതിർത്തികൾ തുറന്നു കൊടുത്തു, പക്ഷെ ഇറാന് വേണ്ടി ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഇറാൻ കരുതിയത് മുസ്ലിം രാഷ്ട്രമൊക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇറാനെ സഹായിക്കുമെന്നാണ്. പക്ഷെ ജോർദാൻ പറയുന്നു, ഞങ്ങൾ ഇറാനെ സഹായിക്കില്ല, ഈ
ഇവിടെ വന്ന് വീഴുന്ന മിസൈലുകൾ ഞങ്ങളുടെ രാജ്യത്ത് ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കാനോ യുദ്ധകളമാക്കാനോ ഞങ്ങൾ അനുവദിക്കില്ല എന്ന കൃത്യമായ നിലപാട് ജോർദാൻ സ്വീകരിക്കുന്നു. അപ്പോൾ മറ്റ് രാഷ്ട്രങ്ങൾ, അതായത് സൗദി പോലുള്ള, മറ്റ് UAE പോലുള്ള, മിഡിൽ ഈസ്റ്റ് പോലുള്ള മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങൾ പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന്റെ വികസനത്തിലാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, അല്ല യുദ്ധത്തിലൊന്നും വന്ന് നിന്ന് നിങ്ങളെ സഹായിക്കാനൊന്നും ഞങ്ങൾക്ക് സമയമില്ല, യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ നിസ്സാരവൽക്കരിച്ച് കളയുകയാണ്. ഇവിടെ പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ ഒരു ആവശ്യകത കൂടിയുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഇടയിൽ കിടന്ന് കളിച്ചിട്ട് ട്രംപിൻ്റെതായ നേട്ടങ്ങൾ കൊയ്യാനുണ്ട്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും മിസൈലുകൾക്ക് മുന്നിലോ ആയുധ ശേഖരണത്തിന് മുന്നിലോ പിടിച്ചു നിൽക്കാൻ ഇറാന് കഴിയില്ല. ഇറാനെ സംബന്ധിച്ച് അണുവായുധ കയ്യിലുണ്ടാകാം. ആ അണുവായുധം ഇറാൻ പ്രയോഗിച്ചാൽ അത് രാജ്യത്തിന്, അല്ലെ ലോകത്തിന് തന്നെ വലിയ നാശനഷ്ടം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് നദാൻസ് വരെയൊക്കെ ഇസ്രായേലിന്റെ മിസൈൽ എത്തിയെങ്കിൽ, ഒരു അണുവികിരണം ഉണ്ടായിയെങ്കിൽ അത് ഇറാനെ മാത്രമല്ല ബാധിക്കുന്നത്, ലോകത്തെ ഒരുപാട് രാജ്യങ്ങളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഹിരോഷിമയും നാഗസാക്കിയൊക്കെ നമുക്ക് മുന്നിലുള്ള നമ്മൾ കണ്ണു തുറന്ന് കാണുന്ന ഉദാഹരണങ്ങളാണ്. അതല്ല ഇപ്പോഴും അവിടുത്തെ മനുഷ്യർ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, വേദനകൾ. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം മതം മാത്രമാണ് അവർക്ക് തലയ്ക്കകത്തുള്ളത്, ബുദ്ധിയും വിവേകവും ഇല്ല. ആ രീതിയിൽ ചിന്തിച്ചാൽ ഒരു അണുവികിരണം നടത്താം, അല്ലെങ്കിൽ അണു ആയുധം ഉപയോഗിക്കാം എന്ന് ചിന്തിച്ചാൽ അതിനെ തടയാൻ അമേരിക്കയ്ക്ക് കഴിയുമോ? അത് ഇതിപ്പോൾ പറയുന്നത് വെച്ചാൽ ഇറാൻ്റെ ആണവ ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് നദാൻസ് ആണ്. നദാൻസ് പർവ്വത നിരകളാലൊക്കെ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അവിടേക്ക് ആദ്യ ദിവസം തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തിയെങ്കിലും ഈ പറയുന്ന ഉള്ളിലുള്ള, അതായത് ഭൂമിക്കടിയിലുള്ള ബങ്കറിലെ ഗവേഷണ കേന്ദ്രമൊന്നും തകർക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മൊസാദ് കണ്ടുപിടിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് അവരുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അല്ലെങ്കിൽ ആണവായുധം നിർമ്മിക്കാനുള്ള ആ ഫോർമുല വരെ എത്തിയ ഗവേഷണം എല്ലാം നടന്നത് ഫൊർദോ എന്ന് പറയുന്ന വളരെ റിമോട്ടായുള്ള ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ ഫൊർദോ എന്ന് പറയുന്നത് പർവ്വതങ്ങളാൽ കംപ്ലീറ്റ് മൂടി നിൽക്കുന്നു. ഈ പർവ്വതത്തിൻ്റെ താഴ്വാരം അല്ലെങ്കിൽ അടിഭാഗമൊക്കെ തുരന്നിട്ട് ഏതാണ്ട് 200 മീറ്ററോളം താഴ്വശത്തായിട്ട് വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. എന്നിട്ട് അവിടെ ഗവേഷണങ്ങൾ നടത്തുന്നു. അപ്പോൾ ഇത്രയും കാലം അതൊരു ശാസ്ത്ര ഗവേഷണ കേന്ദ്രം എന്നാണ് ഇറാൻ പുറം ലോകത്തെ അറിയിച്ചിരുന്നത്. അതായത് അമേരിക്കയുടെ, ഇസ്രയേലിൻ്റെ, ലോകരാജ്യങ്ങളുടെയൊക്കെ ചാരക്കണ്ണുകളെ വെട്ടിച്ചുകൊണ്ട് ഈ ആറ്റം ബോംബ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് ഫൊർദോയിലാണ്. അപ്പോൾ ഫൊർദോയെ ആക്രമിക്കാനായിട്ട് ഇസ്രയേൽ ശ്രമിച്ചു. പക്ഷേ ബാഹ്യമായ ചില കേടുപാടുകൾ പറ്റി എന്നതൊഴിച്ചാൽ ആന്തരികമായി യാതൊരു പ്രശ്നവും ഇപ്പോഴും അവിടെയില്ല. അതുകൊണ്ടാണ് ഖമനേയി പറയുന്നത് ഞങ്ങൾ ശക്തമായ ആക്രമണം നടത്തും, ഞങ്ങളുടെ ആക്രമണത്തിൻ്റെ പവർ അറിയില്ല, വിവേകമുള്ള രാജ്യം ഞങ്ങളോട് കളിക്കാൻ വരില്ല എന്നൊക്കെ പറയുന്നു. ഇത് ഇസ്രയേൽ മനസ്സിലാക്കുകയും ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തി. അതിൽ നിന്നും മനസ്സിലാകുന്നത് 200 മീറ്റർ താഴെയുള്ള ഗവേഷണ കേന്ദ്രത്തെ, ആണവ പര്യവേഷണ മേഖലയൊക്കെ തകർക്കണമെങ്കിൽ ബങ്കർ ബസ്റ്റർ ബോംബർ വേണം. അപ്പോൾ ബങ്കർ ബസ്റ്റർ ബോംബ് എന്ന് പറയുന്നത് അമേരിക്കയുടെ കൈവശം മാത്രമുള്ള ഒരു ബോംബാണ്. ഏതാണ്ട് 30,000 പൗണ്ടിലധികം ഭാരമുണ്ട്. ഈ ബോംബുകൾ വഹിക്കണമെങ്കിൽ പ്രത്യേക യുദ്ധവിമാനങ്ങൾ വേണം. ഇതും അമേരിക്കയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ, അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ, ഇതൊക്കെ വിട്ടുതരണമെന്നാണ് ഇസ്രയേൽ അമേരിക്കയോട് ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഈ ആണവ കേന്ദ്രത്തെ തകർക്കാൻ അമേരിക്ക അങ്ങനെ സഹായിച്ചേക്കാം. ഇപ്പോൾ ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന ബ്രിട്ടൻ അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്ത, അതായത് പാട്ടത്തിന് കൊടുത്ത സ്ഥലത്ത് ഒരു ദ്വീപാണ്. ഈ ദ്വീപിൽ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഫൊർദോയെ ആക്രമിക്കാൻ കപ്പാസിറ്റിയുള്ള യുദ്ധവിമാനങ്ങൾ. ഈ മേഖലയിലേക്ക് യുദ്ധക്കപ്പലുകൾ വരുന്നു. അതായത് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായാൽ തടയാനും, അതുപോലെ തന്നെ 60 യുദ്ധവിമാനങ്ങളെ വഹിക്കാനും 5000-ഓളം സൈനികരെ കൊണ്ടുവരാനും കഴിയുന്ന US നിമിറ്റ്സ് പോലെയുള്ള യുദ്ധക്കപ്പലുകൾ എത്തിയിരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ആശങ്കാപരമാണ് നിലപാടുകൾ. ധന്യ പറഞ്ഞതുപോലെ ആണവ വികിരണം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരന്തം ഇസ്രയേലിനെ, ഇറാനെ മാത്രമല്ല ലോക രാജ്യങ്ങളെല്ലാം ബാധിക്കും. 1947-50കളിലൊക്കെയാണ് നമ്മൾ ഈ ആണവായുധങ്ങളെക്കുറിച്ച് കേട്ടതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആണവ ആയുധങ്ങൾ ഉപയോഗിച്ചാൽ മാനവരാശിക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതിനിടയിൽ ഇപ്പോൾ റഷ്യ ഇടപെട്ടിട്ട് യുദ്ധം നിർത്തണമെന്ന് ട്രംപിനോട് ആവശ്യപ്പെടുന്നു. ജർമ്മനി ഇടപെട്ട് ഇറാനോട് നിങ്ങൾ കാല് പിടിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്തായാലും ഇത്രയും ദിവസമായിട്ടും ഇതിനൊരു സമാധാനമില്ല, തീർച്ചയില്ല. അപ്പോൾ അവസാനിക്കണമെങ്കിൽ ഒന്നുകിൽ ഇറാൻ വന്ന് ഇസ്രയേലിനോട് മാപ്പ് പറയണം, അതല്ല എങ്കിൽ ഞങ്ങൾ ആണവ പര്യവേഷണം നിർത്തിയെന്ന് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ അറിയിക്കണം. ഇത് രണ്ടും നടക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് പ്രത്യാശിക്കാം യുദ്ധം അവസാനിക്കട്ടെ, ലോകം സമാധാനത്തിലേക്ക് പോകട്ടെ എന്നുള്ളത്. പക്ഷേ ഇറാൻ എന്ന് പറയുന്ന മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ഭരണാധികാരിയും ഒരു നേതൃത്വവും അവിടെ ഉണ്ടാവരുത്. ജനാധിപത്യമായ ഒരു സർക്കാർ ഇറാനിൽ ഉണ്ടാകട്ടെ, അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ.